എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് വീതം കൂടും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. അതീവ തീവ്രതയുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. വിഷ്ണു തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും നൽകുന്നത്. വിഷ്ണു, എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ? മറ്റ് മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ഭദ്ര, ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ പ്രധാനമായും ഈ അലേർട്ടുകൾക്ക് മാറ്റമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് ഇന്നും നാളെയുമായി സംസ്ഥാനത്ത് 4ഇടത്താണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ തന്നെ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മഴ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ നിരക്കിൽ മഴ ലഭിക്കുമെന്നും മറ്റു ജില്ലകളിൽ സാധാരണഗതിയിൽ ചെറിയ രീതിയിൽ മഴയുണ്ടാകുമെന്നുള്ള പ്രവചനമാണ് ഇപ്പോൾ അറിയുന്നത്. വരുന്ന 3 മണിക്കൂറിലെ സാധ്യതകളാണ് ഈ പറയുന്നത്. പക്ഷേ അലേർട്ടുകളിൽ മാറ്റമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ട് ഉള്ള ജില്ലകളിലെല്ലാം ശക്തമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും റെഡ് അലേർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം ഈ പത്തനംതിട്ട ജില്ലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, പത്തനംതിട്ട ജില്ലയിൽ കരകവിഞ്ഞൊഴുകാൻ നദികൾ, അച്ചൻകോവിലാർ അടക്കം കരകവിഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വളരെ വേഗം തന്നെ നടപടിയെടുക്കാനുള്ള സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കടലാക്രമണ സാധ്യതയുള്ളത്. തീരപ്രദേശത്തിലൊക്കെയും ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കോട്ടയം ജില്ലയിലും വിനോദയാത്ര അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വാഗമൺ അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനമില്ല. തിരുവനന്തപുരത്ത് തന്നെ അറിയിപ്പുണ്ടാകുന്നത് വരെ പൊന്മുടി അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ മഴയെ തുടർന്നുണ്ടാകുന്നത്. ഏതായാലും സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും റെഡ് അലേർട്ടിൽ മാറ്റമില്ല, ഓറഞ്ച് അലേർട്ടുകളിലും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരുന്നു എന്ന് വേണം ഇപ്പോഴും വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഭദ്ര, ശരി. സംസ്ഥാനത്ത് മഴ തീവ്രമാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. 4 ജില്ലകൾ ഇപ്പോഴും റെഡ് അലേർട്ട് തുടരുകയാണ്. അതേസമയം മറ്റ് 3 ജില്ലകൾ, തിരുവനന്തപുരം അടക്കം 3 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങളിലും മാറ്റമില്ല. തീരദേശ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു. 18ാം ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 8 സംസ്ഥാനങ്ങളിലും കശ്മീരിലെ ബരാമുള്ളയിലും ലഡാക്കിലും അടക്കം 49 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. രാഹുൽ ഗാന്ധി, സ്മൃതി ഇറാനി അടക്കം പ്രമുഖർ ജനവിധി തേടുന്നു.